ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് 1 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. ഇത് ചെറുചൂടായിട്ടുള്ള വെള്ളം വേണം ഉപയോഗിക്കാനായിട്ട്. ഒരുപാട് തിളച്ച വെള്ളം വേണ്ട, കുറച്ച് നമുക്ക് കൈ തൊടാൻ പാകത്തിനുള്ള ചൂടായാൽ മതിയാവും. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടി കൂടി നമുക്ക് ഈ വെള്ളത്തിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് തേങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർക്കാം. ഇനിയിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പോളം തേങ്ങ ചേർത്താൽ മതി. 1/2 കപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുന്നു മാത്രം. ഇനി ഇതിലോട്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കുന്നുണ്ട്. വളരെ മൈൽഡായിട്ടുള്ളൊരു മധുരേ കാണും, ഒരുപാട് മധുരിക്കൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റുമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് വേണം ഉപയോഗിക്കാനായിട്ട്, എന്നാലേ നമുക്ക് പെട്ടെന്ന് തന്നെ മാവ് പൊന്തി കിട്ടുള്ളൂ. ചില ഈസ്റ്റ് പഴകിയ ഈസ്റ്റൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ മാവ് പൊന്തി കിട്ടില്ല, കുറേ സമയം പിടിക്കും. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഈസ്റ്റ് എടുക്കാം. അതുപോലെ വെള്ളം ഒരുപാട് തിളച്ച വെള്ളം ഉപയോഗിക്കരുത്, ചെറുചൂട് വെള്ളം വേണം ഉപയോഗിക്കാനായിട്ട്. വെള്ളം ഒരുപാട് ചൂടായി കഴിഞ്ഞാലും നമുക്ക് ഈസ്റ്റ് ശരിക്കും പൊന്തി കിട്ടില്ല. വീണ്ടും ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട പിടിച്ചിരിക്കും, കുഴപ്പമൊന്നുമില്ല. നമ്മളിത് വീണ്ടും മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നേരിട്ട് നമ്മൾ മിക്സിയിൽ തന്നെ ഇതൊക്കെ ഇട്ട് അരയ്ക്കുകയാണെങ്കിൽ മിക്സിയിലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മളിതുപോലെ ഒരു ബൗളിലിട്ട് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം മിക്സിയിലേക്ക് മാറ്റാം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവ് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാട് ലൂസല്ല, ഒരുപാട് ടൈറ്റും അല്ല. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല ചൂട് കാലമാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫെർമെൻ്റായി കിട്ടും. ഒരു അരമണിക്കൂർ മതി നമുക്കിത് ഫെർമെൻ്റായി കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആവുമായിരിക്കും. അപ്പോൾ ഇത് കാലാവസ്ഥ അനുസരിച്ച് വ്യത്യാസം വരും. ഇതിപ്പോൾ ഒരു അരമണിക്കൂറേ ആയിട്ടുള്ളൂ. മാവ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം 1 സ്പൂൺ മാവ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് പരത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഹോൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം കുറച്ച് ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. ഓയിൽ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മറ്റൊന്നും കൂടി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ചില ഗോതമ്പ് അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാടങ്ങ് ഒട്ടി പിടിച്ച പോലെയൊക്കെ ഇരിക്കും. പക്ഷേ ഈ രീതിയിൽ ചെയ്താൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഏത് തരം കറിയുടെ കൂടെ നമുക്ക് ഈ ഒരു അപ്പം കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.